അങ്ങനെ ഒടുവിൽ വിപ്ലവകാരി സംഘിയായി CPM-ൽ നിന്നും പുറത്താക്കിയ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മല്ലശ്ശേരിയും മകനുമാണ് സംഘിപ്പട്ടം എടുത്തണിഞ്ഞത്. DYFI-കാരനാണ് മകൻ മിഥുൻ മുല്ലശ്ശേരി. രണ്ടുപേരും BJP-യിൽ അംഗത്വമെടുത്തു. നൂറുകണക്കിന് CPM-കാരെ കൂട്ടിയാണ് BJP-യിൽ ചേരുന്നതെന്നാണ് ഇന്നലെ വരെ പറഞ്ഞത്. സമയമായപ്പോൾ താനും തങ്ങളും മാത്രം. വേറെ പലരെയും പ്രതീക്ഷിച്ചെങ്കിലും ആരും തയ്യാറായില്ല BJP-യിൽ അംഗത്വമെടുക്കാൻ. ഏറ്റവും അടുത്ത അനുയായി പോലും സമയമായപ്പോൾ കാലുമാറി. വേറെ ഒരു പാർട്ടിയിൽ പോകുന്നത് പോലെയല്ല BJP-യിൽ പോകുന്നതെന്നാണ് ഒരു സഹയാത്രികൻ പറഞ്ഞത്. എത്ര നാൾ അവിടെ മധു മുല്ലശ്ശേരിയും മകനും നിൽക്കുമെന്ന് കണ്ടറിയാമെന്നും അയാൾ കൂട്ടിച്ചേർത്തു. കാരണം മധു മുല്ലശ്ശേരിയുടെയും മകന്റെയും ഉടായ്പകളൊന്നും BJP-യിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും മകനും തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് BJP അംഗത്വം നൽകിയത്. പാർട്ടിയിൽ ചേരുന്നവരെ BJP സംരക്ഷിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. മംഗലപുരത്തെ സഹകരണ മേഖലയെക്കുറിച്ചും CPM ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും പല കാര്യങ്ങളും ഉടനെ തന്നെ വെളിപ്പെടുത്തുമെന്ന് മധു മുല്ലശ്ശേരി ഭീഷണി മുഴക്കി. പല ജില്ലകളിൽ നിന്നും കൂടുതൽ CPM നേതാക്കൾ BJP-യിലേക്ക് എത്തുമെന്ന സുരേന്ദ്രന്റെ സ്ഥിരം ഡയലോഗ് പറയാനും മറന്നില്ല. ഇവിടെയും അത് ആവർത്തിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം CPM അവരെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുവെന്നാണ് മറ്റൊരു പരാതി സുരേന്ദ്രന്റെ. CPM കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ്. പിണറായി വിജയന്റെ കാലത്ത് തന്നെ പാർട്ടിയുടെ ഉദയക്രിയ നടക്കും. കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്ന കായംകുളം ഏരിയ കമ്മിറ്റി അംഗം ബിപിൻ സി ബാബുവിനെതിരെ 2.5 വർഷം മുൻപുള്ള പരാതിയിൽ ഗാർഹിക പീഡനത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഗാർഹിക പീഡനമാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് 2 മന്ത്രിമാരെയാണ്. ഒരു മന്ത്രി ഭാര്യയെ ചുമലിടിച്ച ചിത്രം സഹിതം പുറത്തു വന്നതാണ്. മറ്റൊരു മന്ത്രിയെ ഭാര്യ കന്നത്തടിച്ചത് സഖാക്കൾക്കിടയിൽ ചർച്ചയാണെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു. സുരേന്ദ്ര എത്ര കൂട്ടിയാലും കൂടത്തില്ല. യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിങ്ങളോടൊപ്പം ചേർന്ന് സംഖ്യയാവാൻ നിൽക്കില്ല. അതിനൊക്കെ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഒരു മധു മുല്ലശ്ശേരിയോ അല്ലെങ്കിൽ മകനോ CPM-ൽ ചേർന്നെന്ന് വിചാരിച്ച് അവരൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല. പിന്നെ ഗാർഹിക പീഡനത്തിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവനെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എടുത്തു. പക്ഷേ യഥാർത്ഥ ഒരു CPM-കാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും നിങ്ങളോടൊപ്പം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട.